പെട്ടെന്നൊരു ദിവസം കൊച്ചി നഗരത്തിൽ നിന്നും മുഴുവൻ ആളുകളും ഒഴിഞ്ഞുപോയതായി സങ്കല്പിച്ചു നോക്കൂ. അങ്ങനെ നടന്നാൽ ആ നഗരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നഗരങ്ങൾ മനുഷ്യന്റെ അഭിലാഷങ്ങളുടെയും പുരോഗതിയുടെയും അടയാളങ്ങളാണ്. ഓരോ തെരുവിലും കഥകൾ ഉറങ്ങിക്കിടക്കുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ആ നഗരത്തിലെ ആരവം നിലച്ചാൽ എന്തു ചെയ്യും? അങ്ങനെയുള്ള ചില നഗരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചിരിയില്ല, കാലടി ശബ്ദമില്ല, തകർന്ന ഭിത്തികളിലൂടെ കാറ്റുമാത്രം ഓളമിട്ട് കടന്നുപോകുന്ന ചില ഇടങ്ങൾ. കെട്ടിടങ്ങളുടെ നിരകൾ, സ്കൂളുകൾ, ഷോപ്പിംഗ് മാളുകൾ, കളിപ്പാട്ടങ്ങൾ എല്ലാം അതേപടി ഇരിപ്പുണ്ട്. പക്ഷേ ആളുകളില്ല. ചൈനയിലെ പരാജയപ്പെട്ട മെഗാ പ്രോജക്റ്റുകൾ മുതൽ അമേരിക്കയിലെ വൈൽഡ് വെസ്റ്റ് കാലഘട്ടത്തിലെ അവശേഷിപ്പുകൾ വരെ ലോകമെമ്പാടും പല സമയത്തിൽ മരവിച്ചുപോയ ധാരാളം പ്രേത നഗരങ്ങളുണ്ട്. ചിലതിനെ യുദ്ധം ഇല്ലാതാക്കി, ചിലതിനെ പ്രകൃതി ദുരന്തങ്ങൾ വിഴുങ്ങി, മറ്റു ചിലത് സാമ്പത്തിക തകർച്ചയുടെയും രഹസ്യങ്ങളുടെയും ഫലമായി ഉപേക്ഷിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ നിഴൽ വീണുകിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉപേക്ഷിക്കപ്പെട്ട 10 നഗരങ്ങളിലൂടെ ഒരു യാത്ര പോകുന്നു. ഇതിലെ ചില സ്ഥലങ്ങൾ എത്രത്തോളം ഭയാനകമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുമ്പോൾ നിങ്ങൾ സത്യമായും അത്ഭുതപ്പെട്ടു പോകും. ഒരു കാലത്ത് പ്രൗഢിയുടെയും ശക്തിയുടെയും പ്രതീകമായിരുന്ന ഈ നഗരങ്ങൾ എല്ലാം എത്ര വേഗത്തിൽ തകരാം എന്നതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. മനുഷ്യർ നടന്നുപോയ ശേഷം ബാക്കിയായത് വേട്ടയാടുന്ന നിശബ്ദതയും ഒരു മുന്നറിയിപ്പുമാണ്. നമുക്ക് തുടങ്ങാം. 1. പ്രിപ്യാറ്റ്, ഉക്രൈൻ. ഉപേക്ഷിക്കപ്പെട്ടതിന്റെ ഗ്രൗണ്ട് സീറോ എന്ന വിശേഷണത്തിന് അർഹമായ നഗരമാണിത്. ചെർണോബിൽ ആണവ നിലയത്തിലെ തൊഴിലാളികൾക്കായി 1970 നിർമ്മിച്ച സോവിയറ്റ് യൂണിയന്റെ ഒരു മാതൃകാ നഗരമായിരുന്നു പ്രിപ്യാറ്റ്. 1986 ഏപ്രിൽ 26 റിയാക്ടർ 4 പൊട്ടിത്തെറിച്ചപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തമാണ് അരങ്ങേറിയത്. ഭീകരമായ കാലതാമസത്തിനു ശേഷം 36 മണിക്കൂറിനുള്ളിൽ 50,000 താമസക്കാരെയും താൽക്കാലികമായി ഒഴിപ്പിച്ചു. അധികം വൈകാതെ മടങ്ങിവരും എന്ന പ്രതീക്ഷയിൽ അവർ കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും വളർത്തുമൃഗങ്ങളുമടക്കം എല്ലാം ഉപേക്ഷിച്ചുപോയി. അവർ പിന്നെ ഒരിക്കലും മടങ്ങി വന്നില്ല. ഇന്ന് ഈ നഗരം പുറം ലോകത്തു നിന്ന് വേർതിരിച്ച എക്സ്ക്ലൂഷൻ സോണിനുള്ളിൽ ഭയാനകമായി നിലനിൽക്കുന്നു. സ്കൂളിലെ ഡെസ്കുകളിൽ പുസ്തകങ്ങൾ, കാറ്റിൽ അനങ്ങാതെ ഫെറിസ് വീൽ, അങ്ങനെ സകലതും അന്ന് ഉപേക്ഷിച്ച നിലയിൽ തന്നെ ഇരിപ്പുണ്ട്. പ്രകൃതി ഇതിനെ വീണ്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും റേഡിയേഷൻ ഇന്നും ഇവിടെ ഒളിഞ്ഞുകിടക്കുന്നു. ഇത് വെറുമൊരു പ്രേത നഗരമല്ല, അപ്രതീക്ഷിത ദുരന്തത്തിന്റെ നിശബ്ദമായ സ്മാരകമാണ്. 2. ഓർഡോസ്, ചൈന. ചൈനയുടെ പ്രേതനഗരം എന്ന് വിളിക്കപ്പെടുന്ന ഓർഡോസ് അമിതമായ കെട്ടിപ്പൊക്കലിന്റെ ആധുനിക ദുരൂഹതയാണ്. 2000 ആണ്ടുകളുടെ തുടക്കത്തിലെ റിയൽ എസ്റ്റേറ്റ് കുതിപ്പിൽ കൽക്കരി സമ്പത്തിന്റെ പിൻബലത്തിൽ 10 ലക്ഷത്തിലധികം ആളുകൾക്കായി അതിവിശാലമായ കാങ്ബാഷി എന്ന പുതിയ പ്രദേശം ഇവിടെ നിർമ്മിച്ചു. ഫ്യൂച്ചറിസ്റ്റിക് വാസ്തുവിദ്യ, വിശാലമായ പാതകൾ, മ്യൂസിയങ്ങൾ, ആഡംബര അപ്പാർട്ട്മെന്റുകൾ എല്ലാം ഒരുക്കി. പക്ഷേ ആളുകൾ മാത്രം വന്നില്ല. അമിതമായ ഊഹക്കച്ചവടം, പ്രോപ്പർട്ടി വില വർദ്ധിപ്പിച്ചതും നഗരം ഉൾപ്രദേശമായതുമാണ് പ്രധാന കാരണം. ഇന്ന് ഓർഡോസ് കാങ്ബാഷി ഏതാണ്ട് ശൂന്യമാണ്. റോഡുകളിൽ ആളനക്കങ്ങളോ വാഹനങ്ങളോ ഇല്ലെങ്കിലും തെരുവ് വിളക്കുകൾ ഇപ്പോഴും കൃത്യമായി കത്തുന്നു. 21-ാം നൂറ്റാണ്ടിലെ ഈ പ്രേതനഗരം ഊഹക്കച്ചവടത്തെ അടിസ്ഥാനമാക്കിയുള്ള നഗരവൽക്കരണത്തിന്റെ വലിയ അപകട സൂചനയാണ്. എല്ലാം തികഞ്ഞ ഒരു നഗരം, പക്ഷേ താമസക്കാരില്ല. 3. ഹാഷിമ ദ്വീപ്, ജപ്പാൻ. ഗുൻകാഞ്ചിമ അഥവാ യുദ്ധക്കപ്പൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ഹാഷിമ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു. നാഗസാക്കിക്ക് സമീപമുള്ള ഈ 16 ഏക്കർ ദ്വീപ് 1890 മുതൽ കൽക്കരി ഖനന കേന്ദ്രമായിരുന്നു. 5000-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ ഇഷ്ടികകൾ പോലെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അടുക്കിപ്പണിതു. 1974 കൽക്കരി ശേഖരം തീർന്ന് ജപ്പാൻ എണ്ണയിലേക്ക് മാറിയപ്പോൾ താമസക്കാർ ഒറ്റ രാത്രി കൊണ്ട് ദ്വീപ് ഉപേക്ഷിച്ചു. അതിനുശേഷം ഉപ്പുകാറ്റും കാലവും കെട്ടിടങ്ങളെ തകർത്തു. സ്കൈഫാൾ പോലുള്ള ജെയിംസ് ബോണ്ട് സിനിമകളിലടക്കം പ്രത്യക്ഷപ്പെട്ട ഈ ദ്വീപ് വ്യവസായ ശക്തിയുടെയും പെട്ടെന്നുള്ള തകർച്ചയുടെയും ഭീതികരമായ അവശിഷ്ടമാണ്. ഇവിടെ നടന്ന യുദ്ധകാല അടിമപ്പണിയുടെ ഇരുണ്ട ചരിത്രവും ഇതിനു പിന്നിലുണ്ട്. 4. ഫാമാഗുസ്റ്റ വരോഷ, സൈപ്രസ്. 1970-കളിൽ സൈപ്രസിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു ഫാമാഗുസ്റ്റയിലെ വരോഷ. എലിസബത്ത് ടൈലറെ പോലുള്ള പ്രമുഖർ ഇവിടെ വന്നിരുന്നു. എന്നാൽ 1974-ലെ തുർക്കി അധിനിവേശത്തെ തുടർന്ന് ഗ്രീക്ക് സൈപ്രസ് നിവാസികൾ ഓടിപ്പോയി. അധികം വൈകാതെ മടങ്ങിവരുമെന്ന് കരുതിയ അവരെ കാത്തിരുന്നത് തുർക്കി സൈന്യത്തിന്റെ വേലി കെട്ടിത്തിരിച്ച ഒരു നോ മാൻസ് ലാൻഡാണ്. ദശാബ്ദങ്ങളായി ഇവിടെ സമയം നിലച്ചുപോയി.
ഒഴിഞ്ഞുകിടക്കുന്ന ബീച്ചുകൾക്ക് മുകളിൽ ഹോട്ടലുകൾ, ബാൽക്കണിയിൽ അലക്കിയിട്ടിരിക്കുന്ന തോർത്ത് തുടങ്ങിയ ദൃശ്യങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാവരും അപ്രത്യക്ഷമായതിന്റെ സാക്ഷ്യപ്പെടുത്തലുകളാണ്. സൈപ്രസ് സംഘർഷത്തിന്റെ ആഗോള ചിഹ്നമായി ഇത് മാറി. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള വിചിത്രമായ ഒരു അവസ്ഥയാണ് ഈ നഗരം ഇപ്പോഴും. 5. കോൾമാൻസ്കോപ്പ്, നമീബിയ. നമീബ് മരുഭൂമിയിൽ നിന്ന് ഉയർന്നുവരുന്ന കോൾമാൻസ്കോപ്പ് മരുഭൂമി അതിന്റെ ഭൂമി തിരിച്ചുപിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിന്റെ ഉദാഹരണമാണ്. 1908 ഒരു ഡയമണ്ട് കണ്ടെത്തലാണ് ഈ നഗരത്തിന് ജന്മം നൽകിയത്. പാർപ്പിട സമുച്ചയങ്ങൾ, ആശുപത്രി, അങ്ങനെ ഒരു ജനതയുടെ നിലനിൽപ്പിനാവശ്യമായ എല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ നിർമ്മിക്കപ്പെട്ടു. എന്തിന്, ആഫ്രിക്കയിലെ ആദ്യത്തെ എക്സ്റേ സ്റ്റേഷൻ പോലും ഉൾപ്പെടുന്ന യൂറോപ്യൻ വാസ്തുവിദ്യയുടെ ഈ മരുപ്പച്ച ജർമ്മൻ കുടിയേറ്റക്കാർ പടുത്തുയർത്തി. എന്നാൽ വജ്രം വറ്റിപ്പോയതോടെ നഗരത്തിന്റെ വിധി കുറിക്കപ്പെട്ടു. 1956 കോൾമാൻസ്കോപ്പ് പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു. ഇന്ന് കെട്ടിടങ്ങൾ മണലിൽ പാതി പൂണ്ടുപോയിരിക്കുന്നു. ഗോവണികൾ എങ്ങുമെത്താതെ നിൽക്കുന്നു. ക്ഷണികമായ ഭാഗ്യത്തിന്റെ അതിമനോഹരവും എന്നാൽ ഭീതി ഉളവാക്കുന്നതുമായ ഒരു ദൃശ്യരൂപകമാണിത്. 6. ബോഡി, കാലിഫോർണിയ. 1800കളുടെ അവസാനത്തിൽ സിയറ നെവാഡ പർവ്വതനിരകളിൽ സ്വർണത്തിന്റെ കുത്തൊഴുക്കിനെ തുടർന്ന് രൂപം കൊണ്ട കുപ്രസിദ്ധമായ വൈൽഡ് വെസ്റ്റ് നഗരമായിരുന്നു ബോഡി. 10,000-ലധികം ആളുകൾ താമസിച്ചിരുന്ന ഇവിടം നിയമലംഘനത്തിന് പേരെടുത്ത ഒരു പ്രദേശമായിരുന്നു. എളുപ്പത്തിൽ കിട്ടുന്ന സ്വർണം തീർന്നതോടെ നഗരം പെട്ടെന്ന് തകർന്നു. 1940കളോടെ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു. എന്നാൽ ബോഡിയെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ സംരക്ഷണമാണ്. കാലിഫോർണിയൻ പാർക്കുകൾ ഇത് തകർച്ച മരവിപ്പിച്ച അവസ്ഥയിൽ നിലനിർത്തുന്നു. ഡെസ്കുകളിലെ സ്കൂൾ പുസ്തകങ്ങൾ, മേശപ്പുറത്തെ പാത്രങ്ങൾ എന്നിങ്ങനെ വൈൽഡ് വെസ്റ്റിലെ കഠിന ജീവിതത്തിന്റെ തണുപ്പേറിയ ഒരു നേർക്കാഴ്ച ഇവിടെ കാണാൻ കഴിയും. 7. ഫോർട്ട് ലാൻഡിയ, ബ്രസീൽ. ഒരു വ്യവസായിയുടെ സ്വപ്നം ആമസോൺ വനത്തിലെ പേടിസ്വപ്നമായി മാറിയ കഥയാണിത്. തന്റെ കാർ സാമ്രാജ്യത്തിന് ആവശ്യമായ റബ്ബർ ഉൽപ്പാദിപ്പിക്കാനായി ഹെൻറി ഫോർഡ് ആമസോൺ മഴക്കാടുകളിൽ ഭൂമി വാങ്ങി. അവിടെ ഒരു റബ്ബർ ഉൽപ്പാദന കേന്ദ്രം മാത്രമല്ല, അമേരിക്കൻ ജീവിതശൈലിയും വാസ്തുവിദ്യയും നിയമങ്ങളും വനത്തിലേക്ക് പറിച്ചു നടാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ ഈ പരീക്ഷണം ദയനീയമായി പരാജയപ്പെട്ടു. റബ്ബർ മരങ്ങൾക്ക് രോഗം ബാധിച്ചു. തൊഴിലാളികൾ അമേരിക്കൻ നിയമങ്ങൾക്കെതിരെ കലാപം നടത്തി. വലിയ നഷ്ടം വന്നതോടെ 1945 ഫോർഡ് ഈ സ്ഥലം ബ്രസീലിന് തിരികെ വിറ്റു. ഇന്ന് ഈ വിചിത്രമായ വ്യാവസായിക സ്വപ്നത്തിന്റെ അവശിഷ്ടങ്ങൾ കാടുമൂടി ആമസോൺ വനത്തിൽ ഒരു മറന്നുപോയ ഉട്ടോപ്യൻ സ്വപ്നമായി കിടക്കുന്നു. 8. ക്രാക്കോ, ഇറ്റലി. തെക്കൻ ഇറ്റലിയിൽ ഒരു മലമുകളിൽ നാടകീയമായി തൂങ്ങിക്കിടക്കുന്ന ഒരു മധ്യകാല പ്രേതനഗരമാണ് ക്രാക്കോ. നൂറ്റാണ്ടുകളോളം പ്ലേഗിനെയും യുദ്ധങ്ങളെയും അതിജീവിച്ച ഈ നഗരത്തിന്റെ അന്ത്യം സംഭവിച്ചത് യുദ്ധം കൊണ്ടല്ല, ഭൂമിശാസ്ത്രപരമായ തകർച്ചയാലാണ്. 20ാം നൂറ്റാണ്ടിൽ ക്രാക്കോയെ മണ്ണിടിച്ചിലുകളും ഭൂകമ്പങ്ങളും വേട്ടയാടി. 1963 ഒരു വലിയ മണ്ണിടിച്ചിലിന് പിന്നാലെ ആളുകൾ ഇവിടം വിട്ടു പോകാൻ തുടങ്ങി. 1980കളോടെ നഗരം പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു. താമസക്കാർ അടുത്തുള്ള വലിയ ടൗണിലേക്ക് മാറി. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് പോലുള്ള സിനിമകൾക്ക് ലൊക്കേഷനായി മാറിയ ക്രാക്കോ പ്രകൃതിയുടെ സാവധാനത്തിലുള്ള വിജയത്തിന്റെ മനോഹരമായ ഒരു നേർസാക്ഷ്യമാണ്. 9. പ്ലിമൗത്ത്, മോൺസറാത്ത്. കരീബിയൻ കടലിലെ ഈ നഗരത്തിന് സംഭവിച്ചത് ആധുനിക പോംബെയുടെ വിധിയാണ്. 1995 സുഫ്രിയർ ഹിൽസ് അഗ്നിപർവ്വതം തീതുപ്പാൻ തുടങ്ങി. 1997 സ്ഫോടനത്തിൽ മോൺസറാത്തിന്റെ തലസ്ഥാനമായ പ്ലിമൗത്ത് മുഴുവനായും ചാരത്തിലും ചെളിയിലും മൂടിപ്പോയി. കെട്ടിടങ്ങൾ മേൽക്കൂര വരെ മണ്ണിനടിയിലാണ്. ഒരു കാലത്തെ കരീബിയൻ വാണിജ്യ കേന്ദ്രം ഇപ്പോൾ അഗ്നിപർവ്വത അവശിഷ്ടങ്ങൾക്കിടയിലെ ഒരു പ്രേത തലസ്ഥാനമാണ്. പ്രകൃതിയുടെ സർവ്വശക്തിയുടെ മുന്നിൽ മനുഷ്യർ ഒന്നുമല്ല എന്ന് കാണിക്കുന്ന ദൃശ്യം. 10. സെൻട്രേലിയ, പെൻസിൽവാനിയ. 1962 മുതൽ അതിനടിയിൽ കത്തുന്ന ഒരു കൽക്കരി തീയാൽ പതിയെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ നഗരമാണിത്. പഴയൊരു ഖനി കുഴിയിലെ മാലിന്യം കത്തിച്ചതിൽ നിന്ന് തീ പടർന്നതാണ് ദുരന്തത്തിന്റെ തുടക്കം. ഈ തീ ഉപേക്ഷിക്കപ്പെട്ട തുരങ്കത്തിലൂടെ വ്യാപിച്ചു. നിലം അസ്ഥിരമാവുകയും വിഷവാതകങ്ങൾ പുറത്തേക്ക് വരികയും റോഡുകൾ തകരുകയും ചെയ്തതോടെ 1980കളിൽ താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ ഫെഡറൽ സർക്കാർ നിർബന്ധിതരായി. ഭൂരിഭാഗം വീടുകളും പൊളിച്ചുമാറ്റി. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. ഈ തീ നൂറ്റാണ്ടുകൾ വരെ കത്താൻ സാധ്യതയുണ്ട്. ഈ വിചിത്രമായ ഭൂപ്രകൃതിയാണ് സൈലന്റ് ഹിൽ എന്ന ഹൊറർ ഗെയിമിന് പ്രചോദനമായത്. പാരിസ്ഥിതിക ദുരന്തം ഒരു സമൂഹത്തെ സാവധാനം മായ്ച്ചു കളയുന്നതിന്റെ ഭയാനകമായ ഉദാഹരണമാണ് സെൻട്രേലിയ. ഈ പറഞ്ഞ നഗരങ്ങളെല്ലാം ശൂന്യമായിരിക്കാം, പക്ഷേ അവ മറക്കപ്പെടുന്നില്ല.
ഓരോന്നും മനുഷ്യന്റെ അഭിലാഷത്തിന്റെയും ദുരന്തത്തിന്റെയും നിയന്ത്രണങ്ങളുടെ പരിമിതിയുടെയും ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു. സമയം, പ്രകൃതി, യുദ്ധം അല്ലെങ്കിൽ അത്യാഗ്രഹം എന്നിവയാൽ നഷ്ടപ്പെട്ട ഈ നഗരങ്ങൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കഥകളാണ് പറയുന്നത്. അടുത്ത തവണ നിങ്ങൾ ഒരു തിരക്കേറിയ നഗരത്തിലൂടെ നടക്കുമ്പോൾ എല്ലാ നഗരങ്ങളും എന്നേക്കുമായി ജീവിക്കുകയില്ല എന്ന് ഓർക്കുക. നന്ദി.